ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. എം ലക്ഷ്മികാന്ത് ഇന്ത്യൻ പൊളിറ്റിയുടെ 13ാമത്തെ അധ്യായമായിട്ടുള്ള ഫെഡറൽ ഫീച്ചേഴ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്തെല്ലാമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫെഡറൽ ഫീച്ചേഴ്സുകൾ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ ഫീച്ചേഴ്സുകൾ ഉൾപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള യൂണിറ്ററി ഫീച്ചേഴ്സുകളും നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഫെഡറലിസത്തിന് വെല്ലുവിളിയാകുന്നു. അപ്പോൾ ഇതിന് കാരണം നമ്മുടെ ഭരണഘടന പ്രകാരം നമ്മുടെ കേന്ദ്ര സർക്കാരിന് അധികമായി നൽകിയിട്ടുള്ള ചില യൂണിറ്ററി പവേഴ്സുകൾ കാരണമാണ്. അങ്ങനെയുള്ള യൂണിറ്ററി പവേഴ്സുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് അത് നമുക്കൊരു വളരെ ഒരു കഥ പോലെ ഒന്ന് കേട്ടിരുന്നിട്ട് അതിൽ നിന്ന് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കുന്നതോടത്താണ് നമുക്ക് ഇന്ത്യൻ പൊളിറ്റി നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചില ടോപ്പിക്സുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കും, ഇതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ടോ? പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ് എം ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്നതും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നതും ഒരുപോലെ തന്നെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഒരേ ഒരു മാർഗം. നമ്മുടെ ഭരണഘടനയെ അടിസ്ഥാനമാക്കി നമ്മുടെ ഭരണഘടനയുടെ യൂണിറ്ററി ഫീച്ചേഴ്സുകൾ എന്തെല്ലാമാണ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ ഒന്നാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് സ്ട്രോങ് സെൻറ്റർ. അതിശക്തമായ അധികാരങ്ങളുള്ള ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമ്മുടെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും അധികാരങ്ങൾ തുല്യമായി വേർതിരിച്ച് നൽകുന്ന ഡിവിഷൻ ഓഫ് പവേഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫെഡറലിസത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് കേന്ദ്ര സർക്കാരിലേക്ക് അധികാരങ്ങൾ കൂടുതലായി കേന്ദ്രീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണം, നമ്മുടെ ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിയൻ ലിസ്റ്റിനകത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതിലും അധികം സബ്ജക്റ്റുകൾ നമ്മുടെ യൂണിയൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് വളരെ പ്രാധാന്യം അർഹിക്കപ്പെടുന്ന സബ്ജക്റ്റുകളെല്ലാം തന്നെ ചെന്ന് പെട്ടിട്ടുള്ളത് യൂണിയൻ ലിസ്റ്റിനകത്താണ്. സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് അത്രയും പ്രാധാന്യം അർഹിക്കുന്ന സബ്ജക്റ്റുകളായിരിക്കില്ല. മൂന്നാമത്തെ കാര്യം, നമുക്കറിയാം യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും പോലെ തന്നെ പ്രാധാന്യപ്പെട്ടതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. നമ്മൾ പറയുന്ന സമയത്ത് കൺകറൻറ്റ് ലിസ്റ്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമായിട്ട് ഉള്ളതാണ് എന്ന് പറയുന്ന സമയത്ത് കൂടെ സംസ്ഥാനങ്ങളുടെ ഡിസിഷന് മുകളിൽ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഭരണഘടന പ്രകാരം നൽകുന്ന സ്പെഷ്യൽ പവേഴ്സിനെയാണ് നമ്മൾ റെസിഡ്യൂറി പവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള റെസിഡ്യൂറി പവേഴ്സ് എല്ലാം നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഈ അധികാരങ്ങളെല്ലാം ചെന്നുപെട്ടിട്ടുള്ളത് സംസ്ഥാനങ്ങൾക്കാണ്. എന്നാൽ ഇന്ത്യയിൽ റെസിഡ്യൂറി പവേഴ്സ് നമ്മുടെ കേന്ദ്ര സർക്കാരിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള ഒന്നാമത്തെ യൂണിറ്ററി ഫീച്ചറായിട്ടുള്ള സ്ട്രോങ് സെൻറ്റർ. ഇന്ത്യൻ ഭരണഘടനയുടെ രണ്ടാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് സ്റ്റേറ്റ്സ് നോട്ട് ഇൻഡസ്ട്രക്റ്റബിൾ. അതായത് നമ്മൾ ലോകത്തുടനീളമുള്ള ഏതൊരു ഫെഡറൽ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സവിശേഷതയാണ് ടെറിട്ടോറിയൽ ഇൻറ്റിഗ്രിറ്റി. എന്നാൽ നമ്മൾ നമ്മുടെ രാജ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടെറിട്ടോറിയൽ ഇൻറ്റിഗ്രിറ്റിയും ലഭിക്കുന്നില്ല. പാർലമെൻറ്റിന് സ്വമേധയെ എടുക്കാൻ സാധിക്കുന്ന ഒരു ഡിസിഷൻ വഴി നമ്മുടെ പാർലമെൻറ്റിൽ ഒരു ബില്ല് വരുന്നു, സംസ്ഥാനങ്ങളുടെ ബൗണ്ടറി, ഏരിയ, പേര് തുടങ്ങിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാനായി നമ്മുടെ പാർലമെൻറ്റിൽ ഒരു ബില്ല് വരുന്ന സമയത്ത് പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് സിമ്പിൾ മെജോറിറ്റി. അങ്ങനെ ഒരു സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ ഏതൊരു മാറ്റം വരുത്തുവാനായിട്ടും നമ്മുടെ പാർലമെൻറ്റിന് സാധിക്കുന്നതാണ്. പാർലമെൻറ്റിൽ നമുക്കറിയാം വിവിധ തരത്തിലുള്ള അമെൻമെൻറ്റ് പ്രൊസീജിയറുകളുണ്ട്. ഇപ്പോൾ സിമ്പിൾ മെജോറിറ്റി ഉണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് ഹാഫ് ഓഫ് ദ റാറ്റിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ട്, അതായത് സംസ്ഥാനങ്ങളുടെ സമ്മതങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള അമെൻഡ് ചെയ്യാൻ കുറേ കൂടെ ബുദ്ധിമുട്ടായിട്ടുള്ള പ്രൊവിഷനുകൾ ഉള്ളപ്പോൾ കൂടെ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ മാറ്റം വരുത്തുവാനായിട്ട് പാർലമെൻറ്റിൻ്റെ അമെൻഡിങ് പ്രൊസീജിയറുകളിൽ ഏറ്റവും ലളിതമായിട്ടുള്ള
സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ ഏതൊരു കാര്യത്തിലും മാറ്റം വരുത്തുവാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടെറിട്ടോറിയൽ ഇൻറ്റിഗ്രിറ്റിയും ഇല്ല എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇന്ത്യനെ ഇൻഡസ്ട്രക്റ്റബിൾ യൂണിയൻ വിത്ത് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്ത കേന്ദ്രവും എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നശിപ്പിക്കുവാൻ സാധിക്കുന്ന സംസ്ഥാനങ്ങളും. എന്നാൽ നമ്മളിപ്പോൾ അമേരിക്കനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇൻഡസ്ട്രക്റ്റബിൾ യൂണിയൻ വിത്ത് ഇൻഡസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്ത കേന്ദ്രവും ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്ത സംസ്ഥാനങ്ങളും. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള രണ്ടാമത്തെ യൂണിറ്ററി ഫീച്ചറായിട്ടുള്ള സ്റ്റേറ്റ്സ് നോട്ട് ഇൻഡസ്ട്രക്റ്റബിൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളിപ്പോൾ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന മറ്റ് പല രാജ്യങ്ങൾ പരിശോധിച്ചാലും ആ രാജ്യത്തിനൊരു ഭരണഘടന ഉള്ളതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഭരണഘടന നിർമ്മിക്കാനുള്ള അവകാശവും നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ത്യ ഒന്ന് പരിശോധിക്കുക. ഇന്ത്യ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കൊരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്ക് വെവ്വേറെ ഭരണഘടന നിർമ്മിക്കുവാനായിട്ടുള്ള അവകാശം നമ്മുടെ ഭരണഘടന പ്രകാരം അവർക്ക് നൽകുന്നില്ല. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരൊറ്റ ഫ്രെയിംവർക്കിനുള്ളിലാണ് നമ്മുടെ സംസ്ഥാനവും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരും ഉൾപ്പെട്ടു വരുന്നത്. നമ്മുടെ യൂണിയനും സംസ്ഥാനവും ഉൾപ്പെട്ടു വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ഫ്രെയിംവർക്കിനകത്തുള്ളിലാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിന് ഒരു ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിലായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിന് സ്വന്തമായിട്ടുള്ളൊരു ഭരണഘടന ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനമാക്കി വരുന്ന നാലാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സാധാരണയായി ഫെഡറൽ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അതിൻ്റെ ഭരണഘടനാ ഭേദഗതികൾ വളരെ റിജിഡായിട്ടായിരിക്കും കാണപ്പെടുക. അതായത് ചുരുക്കത്തിൽ നമുക്ക് പറയാം, ആ രാജ്യങ്ങളിലെ ഭരണഘടന അത്ര എളുപ്പത്തിലൊന്നും അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഇതിന് കോൺട്രഡിക്ടറിയായി ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഭൂരിഭാഗവും പാർലമെൻറ്റ് ഒറ്റയ്ക്കെടുക്കുന്ന യൂണിലാറ്ററൽ ആയിട്ടുള്ള ആക്ഷൻസിലൂടെ നമുക്ക് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഭരണഘടനയുടെ ഭൂരിഭാഗം പാർട്ടുകളും അമെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എയ്തർ സിമ്പിൾ മജോറിറ്റിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ മജോറിറ്റിയുടെ ആവശ്യം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. റിജിഡ് ആകുന്നത് എപ്പോഴാണ്? നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ കോൺടെക്സ്റ്റ് അത് റിജിഡ് ആകുന്നത് സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ കൂടെ വേണ്ട സമയത്താണ്. എന്നാൽ നമ്മുടെ ഭരണഘടനയുടെ മെജോറിറ്റി ഭാഗം അമെൻഡ് ചെയ്യാനും എയ്തർ സിമ്പിൾ മജോറിറ്റിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ മജോറിറ്റിയോ മാത്രം മതിയായിരിക്കും. അതുമാത്രമല്ല, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഒരു ഭരണഘടന അമെൻഡ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയറുകളൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നും ആരംഭിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ത്യയിൽ ഭരണഘടന അമെൻഡ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഒരു സംസ്ഥാനത്തിൽ നിന്നും ആരംഭിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയുള്ള അഞ്ചാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് നോ ഇക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷൻ. സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തിൽ സമത്വമില്ലാതിരിക്കുക. ഇന്ത്യയിൽ രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ്. അത് ചിലപ്പോൾ 1 മുതൽ 31 സീറ്റ് വരെ ആകാം. എന്നാൽ നമ്മൾ അമേരിക്കൻ ഫെഡറലിസം നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ സെനറ്റിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഈ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും 2 അംഗങ്ങൾ എന്ന രീതിയിൽ മുഴുവൻ സെനറ്റിലേക്ക് 100 അംഗങ്ങൾ. ഈ ഒരു രീതി അമേരിക്ക തിരഞ്ഞെടുക്കാനുള്ള കാരണം അവിടെ വലിയ സംസ്ഥാനങ്ങളുമുണ്ട്, ചെറിയ സംസ്ഥാനങ്ങളുമുണ്ട്. ആ ചെറിയ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മങ്ങലും ഏൽക്കാതിരിക്കാനാണ് അവർക്കും അതുപോലെ തന്നെ വലിയ സംസ്ഥാനങ്ങൾക്കും ഒരേ നമ്പർ വെച്ചുകൊണ്ട് സെനറ്റിലേക്ക് അംഗങ്ങളെ നിയമിക്കുവാനായിട്ടുള്ള രീതി നിലവിൽ കൊണ്ടുവന്നത്. അതിപ്പോൾ വളരെ ചെറിയൊരു സ്റ്റേറ്റ് ആണെങ്കിലും അവിടെ നിന്ന് 2 അംഗങ്ങൾ സെനറ്റിലേക്ക് പോകും. വളരെ വലിയൊരു സ്റ്റേറ്റ് ആണെങ്കിലും അവിടെ നിന്ന് 2 അംഗങ്ങളായിരിക്കും സെനറ്റിലേക്ക് പോവുക. എന്നാൽ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാലോ, ഇന്ത്യയിൽ വളരെ വലിയൊരു പോപ്പുലേഷനൊക്കെ ഉള്ളൊരു സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ നിന്നും ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ആൾക്കാർ നമ്മുടെ രാജ്യസഭയിലേക്ക് പോകും. എന്നാൽ ജനസംഖ്യ വളരെ കുറവുള്ളൊരു സ്റ്റേറ്റ് ആണെങ്കിലോ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു MP മാത്രമേ രാജ്യസഭയിലേക്ക് പോവുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനമാക്കി വരുന്ന 6ാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് എമർജൻസി പ്രൊവിഷൻസ്.
നമ്മുടെ ഭരണഘടന പ്രകാരം നമുക്ക് 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണുള്ളത്. നാഷണൽ, അതുകൂടാതെ സ്റ്റേറ്റ്, കൂടാതെ ഫൈനാൻഷ്യൽ എമർജൻസീസ്. ഏതെങ്കിലും ഒരു അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ വരുന്ന സമയം കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിലേക്കായിരിക്കും പൂർണ്ണ നിയന്ത്രണങ്ങൾ എത്തിച്ചേരുക. സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ആയി വരികയും ചെയ്യും. ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഏതെങ്കിലും ഒരു അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ വരുന്ന സമയം ഫെഡറൽ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യം യാതൊരു ഭരണഘടനാ ഭേദഗതിയും കൂടാതെ തന്നെ ഒരു യൂണിറ്ററി ആയിട്ടുള്ള ഒരു രാജ്യമായി മാറപ്പെട്ടു എന്നുള്ളത്. നമുക്ക് ഫെഡറൽ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ലോകത്ത് മറ്റേതൊരു രാജ്യം പരിശോധിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അത് നമുക്ക് ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെയൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനമാക്കി വരുന്ന 7ാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. സംസ്ഥാനങ്ങളും കേന്ദ്രവും ചേരുന്ന ഒരു ഡ്യുവൽ പൊളിറ്റിക്കൽ സിസ്റ്റമാണ് നമുക്ക് നിലവിലുള്ളതെങ്കിലും കാനഡയെ പോലെ നമ്മൾ തിരഞ്ഞെടുത്തത് ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. നമുക്ക് ഇന്ത്യൻ പൗരൻ എന്ന പൗരത്വം മാത്രമേ ഉള്ളൂ. സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള യാതൊരു പൗരത്വവും നമുക്കുണ്ടായിരിക്കുകയില്ല. പക്ഷേ അതേസമയം മറ്റ് ചില ഫെഡറൽ രാജ്യങ്ങളായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവർക്ക് രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പും കാണും, അതുപോലെ തന്നെ അവരുടെ സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള പൗരത്വം അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു രീതി നമുക്ക് നമ്മുടെ രാജ്യത്ത് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഇതും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു യൂണിറ്ററി ഫീച്ചറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി. അതായത് സുപ്രീം കോടതി തലപ്പത്ത് വരുന്ന, സുപ്രീം കോടതിയുടെ കീഴിൽ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികൾ വരുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി സിസ്റ്റമാണ് നമുക്ക് നിലവിലുള്ളത്. ഈ ഒരു സിസ്റ്റം ആയിരിക്കും കേന്ദ്ര നിയമങ്ങളും സംസ്ഥാന നിയമങ്ങളും എൻഫോഴ്സ് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കയിൽ ഒരു ഡബിൾ സിസ്റ്റം ഓഫ് കോർട്ടാണ് നിലവിലുള്ളത്. കേന്ദ്ര നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യുവാനായി ഫെഡറൽ കോർട്ടും അതുപോലെ സംസ്ഥാന നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യാനായി ഒരു സ്റ്റേറ്റ് ജുഡീഷ്യറിയും അവിടെയുണ്ട്. നമുക്കറിയാം, നമുക്ക് അങ്ങനെയില്ല. നമുക്ക് എല്ലാ നിയമങ്ങളും ഇവിടെ എൻഫോഴ്സ് ചെയ്യുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ്. നമ്മുടെ എല്ലാ കോടതികളും വരുന്നത് സുപ്രീം കോടതിക്ക് കീഴെയാണ്. എന്നാൽ അമേരിക്കയിൽ സ്റ്റേറ്റ് കോർട്ട് വരുന്നത് അവിടുത്തെ ഫെഡറൽ കോടതിയുടെ കീഴെയല്ല. നമ്മുടെ 9ാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് ഓൾ ഇന്ത്യ സർവീസസ്. യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഫെഡറൽ ഗവൺമെൻറ്റിലേക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കും 2 സെപ്പറേറ്റ് ആയിട്ടുള്ള പബ്ലിക് സർവീസാണ് ഉള്ളത്. എന്നാൽ ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയിലും അതുപോലെ തന്നെ 2 സെപ്പറേറ്റ് സർവീസസ് ഉണ്ട്. ആ കൂടെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ സർവീസുകളായിട്ടുള്ള IAS, IPS, IFS തുടങ്ങിയവയും കാണും. ഇവ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കോമൺ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇവരെ തിരഞ്ഞെടുക്കുന്നതും ട്രെയിൻ ചെയ്യുന്നതും കേന്ദ്രമായിരിക്കും. മാത്രവുമല്ല, ഇവരുടെ മുകളിലുള്ള അൾട്ടിമേറ്റ് കൺട്രോൾ ഇരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ കൈകളിലുമായിരിക്കും. ഇതും ഭരണഘടനയുടെ ഒരു ഫെഡറൽ ഫീച്ചറിനെ ലംഘിക്കുന്ന യൂണിറ്ററി ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മുടെ ഭരണഘടനയുടെ 10ാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് ഇൻ്റഗ്രേറ്റഡ് ഓഡിറ്റ് മെഷീനറി. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ് കേന്ദ്രത്തിൻ്റെ അക്കൗണ്ടുകൾ അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ടുകളും ഓഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പിന്തുടർന്ന് പോരുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്ററി മെഷീനറിയാണ്. കൂടാതെ ഇവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും സംസ്ഥാനങ്ങളോട് യാതൊരു രീതിയിലും കൺസൾട്ട് ചെയ്യാതെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. എന്നാൽ നമ്മളിപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള CAGക്ക് സ്റ്റേറ്റിൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നത് അല്ല. 11ാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് പാർലമെൻറ്റ് അതോറിറ്റി ഓവർ സ്റ്റേറ്റ് ലിസ്റ്റ്. വളരെ ചെറിയ അധികാര പരിധികളാണ് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എങ്കിൽ കൂടെ അവയിൽ പോലും സംസ്ഥാനങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ള കൺട്രോളുകൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ദേശീയ താൽപ്പര്യത്തെ അടിസ്ഥാനമാക്കി രാജ്യസഭ പാസ്സാക്കുന്ന ഒരു റെസൊല്യൂഷൻ വഴി സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏതൊരു കാര്യവും ലെജിസ്ലേറ്റ് ചെയ്യുവാനായി പാർലമെൻറ്റിന് സാധിക്കുന്നതാണ്. അതായത് ചുരുക്കത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതി പോലും ഇല്ലാതെ ഇവയിൽ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. അതിനൊരു അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ വേണമോ വേണ്ടയോ എന്നുള്ളതൊന്നുമില്ല. രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ ലെജിസ്ലേറ്റ് ചെയ്യുവാനായിട്ട് പാർലമെൻറ്റിന് അധികാരം ലഭിക്കുന്നതാണ്.
12ാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഗവർണർ. സംസ്ഥാനങ്ങളുടെ തലവൻ എന്ന് പറയുന്നത് അതാരാണ്? അത് ഗവർണറാണ്. ഇദ്ദേഹത്തെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. കൂടാതെ ഇദ്ദേഹം ആ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് പ്രസിഡൻറ്റിൻ്റെ പ്ലഷറുള്ള അത്രയും കാലമാണ്. പക്ഷേ ഇതേ സമയം തന്നെ ഇദ്ദേഹം സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഏജൻ്റായിട്ട് കൂടിയാണ് ഇദ്ദേഹം പ്രവർത്തിക്കുക. ഇതിലൂടെ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന് മുകളിൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ അമേരിക്കയിൽ ഈ ഒരു സ്ഥാനം, സംസ്ഥാനങ്ങളുടെ ഹെഡ് എന്ന് പറയുന്നത് അതൊരു ഇലക്റ്റഡ് ആയിട്ട് വരുന്ന ഹെഡായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മളെന്നാൽ തിരഞ്ഞെടുത്തത്, നമ്മൾ അമേരിക്കൻ സിസ്റ്റം തിരഞ്ഞെടുക്കാതെ നമ്മൾ കനേഡിയൻ സിസ്റ്റമാണ് തിരഞ്ഞെടുത്തത്. നമ്മൾ പ്രസിഡൻറ്റ് നമ്മുടെ ഗവർണേഴ്സിനെ നിയമിക്കുന്ന തരത്തിൽ ആ ഒരു മോഡലിൽ. 13ാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് ഇൻ്റഗ്രേറ്റഡ് ഇലക്ഷൻ മെഷീനറി. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രങ്ങളിലേക്കുമുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. എന്നാൽ ഈ ഒരു ബോഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അതിൽ സംസ്ഥാനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പങ്കും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഇവരെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലും സംസ്ഥാനങ്ങൾക്ക് യാതൊരു പങ്കും ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മെഷീനറീസിന് കീഴിലാണ് ഇലക്ഷൻ എന്ന് പറയുന്ന സമ്പ്രദായം പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്രത്തിനായിട്ട് ഒരു മെഷീനറിയും അതുപോലെ തന്നെ സംസ്ഥാനത്തിനായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മറ്റൊരു മെഷീനറിയും. ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള 14ാമത്തെ യൂണിറ്ററി ഫീച്ചറാണ് വീറ്റോ ഓവർ ദ സ്റ്റേറ്റ് ബിൽ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഭൂരിപക്ഷത്തോടെ ഒരു ബില്ല് പാസ്സാക്കിയാലും ഗവർണർക്ക് അത് പ്രസിഡൻറ്റിൻ്റെ കൺസിഡറേഷനായിട്ട് മാറ്റിവെക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ബില്ല് പാസ്സാക്കിയത് കൊണ്ട് മാത്രം ആ ഒരു ബില്ല് നിയമമായിട്ട് മാറുകയില്ല. അതിന് ഗവർണർ അംഗീകാരം കൂടെ ലഭിക്കുകയും വേണം. ഇതിനൊരു എക്സെപ്ഷൻ ഉള്ളത് മണി ബില്ലാണ്. മണി ബില്ല് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഗവർണർക്ക് തിരികെ അയക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതിന് കാരണം മണി ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഗവർണറുടെ അടുത്ത് നിന്നും പെർമിഷൻ എടുത്തിട്ടാണ് ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്. അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇനി ചില സമയങ്ങളിൽ ഈ ബില്ല് ഗവർണർ ഒപ്പിടുന്നതിന് പകരം പ്രസിഡൻറ്റിനായിട്ട് റിസർവ് ചെയ്തു വെക്കും. അങ്ങനെ അത് പ്രസിഡൻറ്റിൻ്റെ കൈകളിൽ എത്തുന്ന സമയം പ്രസിഡൻറ്റ് എൻജോയ് ചെയ്യുന്നൊരു വീറ്റോയാണ് ആബ്സല്യൂട്ട് വീറ്റോ. അതായത് പ്രസിഡൻറ്റ് ഈ ഒരു ബില്ല് എത്ര കാലം വേണമെങ്കിലും അത് വിത്ത്ഹോൾഡ് ചെയ്ത് യാതൊരു ആക്ഷനും എടുക്കാതെ അവിടെ വിൽക്കുവാനായിട്ട് സാധിക്കും. അത് ഫസ്റ്റ് ഇൻസ്റ്റൻസിലാണെങ്കിലും ശരി, രണ്ടാമത് വരുന്ന സെക്കൻഡ് ഇൻസ്റ്റൻസിലാണെങ്കിലും ശരി. അതായത് ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ ഈ ഒരു സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബില്ലെത്തി. അതേസമയം പ്രസിഡൻറ്റ് എന്ത് ചെയ്തു? പ്രസിഡൻറ്റ് ആ ബില്ല് സംസ്ഥാന സർക്കാരിന് വീണ്ടും അയച്ചു. ഇതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒന്നും കൂടി അയക്കുവാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ രണ്ടാമത് വീണ്ടും അദ്ദേഹത്തിൻ്റെ കൈകളിൽ എത്തുന്ന സമയത്ത് കൂടെ പ്രസിഡൻറ്റിന് ആ ബില്ല് തടഞ്ഞു വെക്കുവാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ ആബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. ഇനി ഇതേ സമയം നമ്മുടെ ഗവർണർ ഒരു ബില്ല് സംസ്ഥാന സർക്കാരിന് തിരിച്ചയക്കുകയാണ്. നിങ്ങൾ ഇതിലൊന്നും കൂടി ഒന്ന് തീരുമാനം എടുത്തിട്ട് ഒന്നും കൂടി അയക്കാനായിട്ട്. അങ്ങനെ രണ്ടാമതെത്തുന്നത് ഗവർണറുടെ കൈകളിലാണെങ്കിൽ അദ്ദേഹത്തിന് അത് തടഞ്ഞു വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹം അത് ഒപ്പിട്ടേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. രാഷ്ട്രപതിയുടെ കയ്യിലാണ് രണ്ടാമത് വീണ്ടും എത്തുന്നതെങ്കിൽ രാഷ്ട്രപതിക്ക് അത് തടഞ്ഞു വെക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഗവർണറുടെ കയ്യിലാണ് എത്തുന്നതെങ്കിൽ, രണ്ടാമത് എത്തുന്നതെങ്കിൽ അദ്ദേഹത്തിന് അത് തടഞ്ഞു വെക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. രണ്ടും തിരിഞ്ഞു പോകില്ല. ഓക്കെ, ഞാൻ ഈ ഒരു ചോദ്യം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടപ്പോഴത്തേക്കും കുറേ പേര് ഈ ഒരു ഇത് തിരിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് തെറ്റായിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫൈനലി ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ പൊളിറ്റി ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് പഠിക്കുന്ന സമയത്ത് മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പല ആൻസറുകളും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. വളരെ വലുതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് 1, 2, 3 പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് താനും. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.